സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. സമുന്നത കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായ ശ്രീ സി ദിവാകരൻ MLA ആണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം, സഖാവ് സി ദിവാകരൻ. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ഏറെക്കുറെ സജീവമായി. എങ്ങനെയുണ്ട് സാധ്യതകളും വെല്ലുവിളികളും? വെല്ലുവിളി ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് ഞാൻ പുതിയ ഒരു ആളല്ല. ഞാനിത് 3 തവണ നിയമസഭയിൽ മത്സരിച്ചു. ഇത് 4ാമത്തെ പാർലമെൻറ്റിലേക്കൊരു പരീക്ഷണം നടത്താൻ വന്നിരിക്കുന്നതാണ്. മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു. എല്ലായിടത്ത് ജയിച്ചു എന്നുള്ളൊരു നല്ല കാര്യം. ജനങ്ങൾ ആയിട്ടുള്ളൊരു ഇതാണ്. അവർ കാണിക്കുന്നൊരു സൗജന്യമാണ് എന്നോട്. അല്ലാതെ എൻ്റെ അപാരമായ കഴിവോ യോഗ്യതയോ ഒന്നുമല്ല. ജനങ്ങൾക്ക് എന്നോട് ഇയാൾ തിരക്കിടില്ല എന്ന് തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാതെ അതൊന്നും ഞാൻ വലിയ അവകാശപ്പെടുന്നില്ല. അങ്ങനെ എല്ലായിടത്തും ജയിച്ചു എന്നും ജയിക്കണം അങ്ങനെയൊന്നുമില്ല. താങ്കൾ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് 10 വർഷമായി ഇവിടുത്തെ MP ആയിരുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീ ശശി തരൂരിനെയും അടുത്തിടെ ഗവർണർ സ്ഥാനം രാജിവെച്ച ശ്രീ കുമ്മനം രാജശേഖരനെയാണ്. എങ്ങനെയുണ്ട് എതിരാളികൾ? എതിരാളികൾ എല്ലാവരും നല്ല ആളുകളാണ്. എനിക്ക് അവരെ പറ്റി വ്യക്തിപരമായിട്ടൊന്നും അഭിപ്രായമൊന്നുമില്ല. രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പിന്നെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ എല്ലാവരും ഒന്നുപോലെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടപ്രകാരമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടുള്ളതാണ്. അതിൽ കുറച്ചാളുകൾ മഹാന്മാരും മറ്റാളും അങ്ങനെ ഒരു സമീപനം എനിക്കില്ല. മത്സരം നടക്കാമല്ലേ, നടക്കട്ടെ. ഈ നാട്ടുകാരനാണെന്നുള്ള താങ്കൾ എന്തെങ്കിലും ഒരു പ്രത്യേക അഡ്വാൻറ്റേജ് നിൽക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നാട്ടുകാരനാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. ബോൺ ആൻഡ് ബോട്ട് തിരുവനന്തപുരത്തിൻ്റെ സന്തതിയാണ് ഞാൻ. ഈ നഗരത്തിൻ്റെ സന്തതിയാണ്. നഗരത്തിൽ ഞാൻ പഠിച്ചു, ഇവിടെ എല്ലാ സ്കൂളിൽ പഠിച്ചു, ഇവിടെ കോളേജിൽ പഠിച്ചു, കോളേജിൽ സമരം ചെയ്തു, പുറത്തിറങ്ങിയിട്ട് സമരം ചെയ്തു. സമരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് എൻ്റെ ജീവിതം. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ MLA ആയി, മന്ത്രിയായതിൻ്റെ നല്ല കാര്യങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. MLA ഞാൻ മോശമാണെന്ന് മത്സരിച്ച കരുനാഗപ്പള്ളിയോ നെടുമങ്ങാടുകാരോ ഒന്നും പറയില്ല. എന്നെ ജനങ്ങളെ ഏൽപ്പിക്കുന്ന ജോലി, അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരണമായിട്ട് ഞാൻ എൻ്റെ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡാണ്. എവിടെയും ഏത് മത്സരത്തെ നേരിടാൻ ഞാൻ സന്നദ്ധനാണ്. താങ്കൾ തെരഞ്ഞെടുപ്പിൽ ഇപ്പം മത്സരിക്കുമ്പോൾ താങ്കൾ MLA ആണ്. അതൊരു MLA സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ ജയിച്ചാൽ ഉപേക്ഷിക്കേണ്ടി വരും. അത് ഇപ്പോൾ അടുത്തിടെ കഴിഞ്ഞ ദിവസം ബാബു പോൾ ഒരു പ്രസ്താവന ഇറക്കി. അതായത് MLA മാർ മത്സരിക്കുന്നത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന്. ഇതേക്കുറിച്ച് എന്ത് പറയുന്നു? ഇല്ല, അതൊരു വലിയ വിലയുള്ളൊരു അഭിപ്രായമൊന്നും അല്ല. അതൊക്കെ ഇങ്ങനെ ഓരോ അഭിപ്രായം വരുന്നു. തിരഞ്ഞെടുപ്പല്ലേ, പല മഹാന്മാരും പല അഭിപ്രായങ്ങളൊക്കെ പറയും. ജനങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുന്നുണ്ട്, അവരെ വിധി എഴുതട്ടെ. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു അജണ്ട? പ്രധാനമായിട്ട് ഈ 10 കൊല്ലം തിരുവനന്തപുരത്തിന് അർഹമായത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ കൈവിട്ടുപോയി. ഇവിടെ ഗവൺമെൻറ് അതിനെ ശ്രമിച്ചു, പക്ഷേ അത് അദാനി കൊണ്ടുപോയി എന്നുള്ളത് വലിയൊരു നഷ്ടമാണ്. അതുപോലെ ദീർഘനാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പൊതുവെ കേരളത്തിന് കേന്ദ്ര നിക്ഷേപം വളരെ കുറവാണ്. മറ്റ് ചില കൊച്ചു സ്റ്റേറ്റിന് കിട്ടിയതുപോലെ നമുക്ക് കേന്ദ്രത്തിൽ 70 കൊല്ലമായിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയത് ഒന്നാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഓഹരി കച്ചവടം കഴിഞ്ഞു. തൊഴിലാളികളുടെ സമരം വന്ന് ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. അതിപ്പോൾ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്. ഗവൺമെൻറ്റാണോ ഇല്ലയെന്ന് അറിയില്ല. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് കേന്ദ്ര സ്ഥാപനങ്ങൾ ആവശ്യമാണ്. എന്നാലേ തിരുവനന്തപുരത്ത് സ്റ്റാറ്റസ് വരൂ. ഉദാഹരണത്തിന് IIT കേരളത്തിന് കിട്ടേണ്ട ഒരു തരാമെന്ന് പലപ്പോഴും പറഞ്ഞതാണ്. തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം റെയിൽവേയാണ്. ഇവിടെ റെയിൽവേ സോൺ നമ്മൾ ദീർഘകാലമായിട്ട് ആവശ്യപ്പെടുന്നു. ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എയിംസ് കൊണ്ടുവരുന്നു. എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ നിലവാരത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ട് കേരളത്തിന് അത് എന്ത് അയോഗ്യതയാണ് കേരളത്തിൽ? ഈ തിരുവനന്തപുരത്ത് എന്ത് അയോഗ്യത ഉള്ളത്? അപ്പോൾ ഇതൊക്കെ പാർലമെൻറ്റിൽ ഉന്നയിക്കാനും ശബ്ദമുണ്ടാക്കാനും ജനങ്ങളെ വേണ്ടി വന്നാൽ കൂട്ടി സമരം ചെയ്യാനും ഒക്കെ ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു സമഗ്ര വികസനമാണ് ലക്ഷ്യം. ഞാനത് തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നത്. ഞാൻ കൊണ്ടുവരില്ല, പക്ഷേ ഞാൻ അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് ജനങ്ങളുടെ കൂടെ ഞാൻ സമരത്തിൻ്റെ ഒരാളാണ് ഞാൻ.
സമരം ചെയ്ത കാര്യങ്ങൾ നടത്തുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണെങ്കിലും CPMൻ്റെ നേതൃത്വത്തിലുള്ള LDF ആണെങ്കിലും ഒരുപോലെ പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് മോദിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. സാമാന്യ ജനങ്ങൾക്കിടയിൽ അന്നേരം ന്യായമായിട്ടൊരു സംശയം തോന്നും. ഒരേ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന രണ്ട് കൂട്ടർ പരസ്പരം പോരടിക്കുകയാണ് കേരളത്തിൽ. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൊരു സംശയം തോന്നില്ലേ? രാജേഷ്, തെരഞ്ഞെടുപ്പ് വേറെ, തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഗവൺമെൻറ് വേറെ. ഉദാഹരണത്തിന് മൻമോഹൻ സിംഗിൻ്റെ ഒന്നാമത്തെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ BJP വരാതിരിക്കാനാണ് 63 ഇടതുപക്ഷ MP-മാർ മൻമോഹൻ സിംഗിനെ പിന്തുണ കൊടുത്തത്. അത് ചില കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു. ഇടതുപക്ഷത്തിൻ്റെ ഒരു യോഗ്യത അതാണ്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് ഞങ്ങളുടെ വലിയ നിർബന്ധമായിരുന്നു. വനവാസികൾക്ക് വനത്തിൻ്റെ അവകാശം അത് ഞങ്ങളാണ് അതിന് വേണ്ടി സോണിയാഗാന്ധി അത് എഗ്രി ചെയ്തു. ഞങ്ങൾ 3 കണ്ടീഷൻ സോണിയാഗാന്ധിയായിട്ട് വെച്ചു. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി. ഇത് 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ ഒട്ടാകെ വന്ന ഒരു സാമൂഹ്യ മാറ്റത്തിന് ഞങ്ങൾ മുൻകൈയെടുത്ത അങ്ങനെ അടിസ്ഥാനത്തിൽ മാത്രമേ പിന്തുണ കൊടുക്കുന്നത്. അതിനവർ തയ്യാറാണ്. പക്ഷേ ഞങ്ങളെ ഇരുട്ടിലാക്കിയിട്ട് അവർ വിദേശ രാജ്യങ്ങളുമായി ചില കരാറുകളുണ്ടാക്കി. അമേരിക്ക ന്യൂക്ലിയസ് കരാറുണ്ട്. അപ്പോഴും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. ഞങ്ങളടുത്ത് പറയാതെ ചെയ്ത് ശരിയല്ല. അങ്ങനെയാണ് ഞങ്ങളത് വിഡ്രായത്. പക്ഷേ തുടർന്ന് വന്ന മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് പൂർണ്ണ പരാജയമായിരുന്നു. അതാണല്ലോ BJP വന്നത്. BJP പറയുന്നത് ഇവിടെ പരസ്പരം മത്സരിച്ചിട്ട് രണ്ടുപേരും മോദിക്കെതിരെ കൈവോക്കാനാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ BJP വോട്ട് ചെയ്താൽ പോരെന്ന് അവർ ചോദിക്കും. മോഡിക്കെതിരെ ജനങ്ങൾ മുഴുവൻ കൈവോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പോയി കൈവോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നടന്ന ഉത്തരേന്ത്യയിൽ നടന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭ എല്ലാ തെരഞ്ഞെടുപ്പിലും മോഡിയെ ആളുകളെ പുറത്താക്കി. അപ്പോൾ മോഡി ഞങ്ങൾ കൈവെക്കാതെ തന്നെ ജനങ്ങൾ കൈവെക്കി കൊണ്ട് നിൽക്കുകയാണ്. കാരണം അത്ര ദുസ്സഹമാണ് 5 കൊല്ലത്ത് ഭരണം. അത് ജനങ്ങളുടെ അനുഭവങ്ങളുണ്ട്. തൊഴിലില്ലായ്മയാണ് അദ്ദേഹം ഉയർത്തിയ ഏറ്റവും വലിയ ഒരു മുദ്രാവാക്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ കണക്ക്, ലേബർ ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്, ക്രമാതീതമായി തൊഴിലില്ലായ്മയുടെ നിരക്ക് ശതമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 10 കോടി തൊഴിലവസരം. ഇപ്പോൾ ഈ ഡീമോൺസ്ട്രേഷൻ കൂടി വന്നതിന് ശേഷമാണ് വ്യാപകമായി ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിലേറ്റവും രൂക്ഷമായ ഇന്ത്യയിലെ ഒരു സാമൂഹിക ദേശീയ പ്രശ്നമാണ്. രണ്ടാമത് അഴിമതി. അദ്ദേഹം ഒരുപാട് കോൺഗ്രസ്സുകാരെല്ലാം അഴിമതിയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റില്ല. ഇപ്പോൾ എന്താ സ്ഥിതി? പ്രതിരോധ വകുപ്പിൽ വിമാനം വാങ്ങുന്നതിന്, യുദ്ധവിമാനം വാങ്ങുന്നതിൽ ഗുരുതരമായ കുഴപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകളെല്ലാം ശരിപ്പെടുത്തുക, CBIയെ പിരിച്ചുവിടുക, സുപ്രീം കോടതി ജഡ്ജിമാർ വന്ന് ഞങ്ങൾക്ക് നീതി നടത്താൻ നിവൃത്തിയില്ല എന്ന് പറയുക. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ കൈകാര്യം ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമല്ല. അതെല്ലാം ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പാർലമെൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. ഈ പ്രധാനമന്ത്രി എത്ര ദിവസമാണ് പാർലമെൻറ്റിലുണ്ടായിരുന്ന കഴിഞ്ഞ 5 വർഷത്തോടെ. അല്ല, അദ്ദേഹം വിദേശത്ത് പോയതിനെക്കുറിച്ച് വിമർശിച്ചവർ പക്ഷേ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് കിട്ടാനത് സഹായമായില്ലേ? അല്ല, വിദേശ രാജ്യങ്ങളല്ലെങ്കിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതലുള്ള ഒരു നയമുണ്ട്. ആ നയത്തിൽ എല്ലാ രാജ്യങ്ങളും അത് ഇന്ത്യയെ അംഗീകരിച്ചതാണ്. അതിൽ പുതിയ സംഭാവനയൊന്നും അദ്ദേഹം പോയതുകൊണ്ടാണ് കിട്ടിയെന്ന് പറയുന്നത് അത് വളരെ വില കുറഞ്ഞ ഒരു അഭിപ്രായമാണ്. ഇന്ത്യക്ക് സ്റ്റേബിളായിട്ടുള്ള ഒരു ഫോറിൻ പോളിസി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എല്ലാ പ്രഗത്ഭന്മാരും കൂടി ചേർന്നുണ്ടാക്കിയൊരു വിദേശ നയമുണ്ട്. ആ നയത്തിൽ വെള്ളം ചേർക്കാതിരുന്നാൽ എല്ലാ കാലത്തും രാജ്യങ്ങളുടെ കിട്ടും. മറ്റൊരു പ്രധാന ആരോപണം എന്ന് പറയുന്നത് CPM ഉന്നയിക്കുന്നതാണ്. അതായത് കോൺഗ്രസിനെ പിന്തുണയ്ക്കരുത്, കാരണം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വരുന്നവർ നാളെ BJPയിലേക്ക് പോകും. ഈ വാദം ശരിവെച്ചാൽ തന്നെ എങ്ങനെയാണ് മോദിക്കെതിരെ ഒരു ദേശീയ മതേതര വിശാല സഖ്യം ഇലക്ഷന് ശേഷം രൂപപ്പെടുന്നത് കോൺഗ്രസ് ഇല്ലാതെ? അല്ല, കോൺഗ്രസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല ഇന്ത്യയുടെ ഭാവി. ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഒരു മതേതര ജനാധിപത്യ ബദലാണ്. ആ ബദൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഈ കേരളം അതിൻ്റെ ഒരു പരീക്ഷണശാലയാണ്. എല്ലാ കാലത്തും ഇന്ത്യയുടെ രാഷ്ട്രീയ ലാബറട്ടറി എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ നടക്കുന്ന ഈ പരീക്ഷണം ഇന്ത്യയിൽ വ്യാപകമായി നടത്താൻ കഴിയും, വിജയിക്കുകയും ചെയ്യും. ഒരു മുന്നണി വേണം, ഒരു പൊതു മിനിമം പരിപാടി വേണം. ഇതിലേത് പാർട്ടിയെന്നല്ല, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമൂർത്തമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടെങ്കിൽ
ആരുമായിട്ട് നമുക്ക് ജനങ്ങളാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വന്നുപോയി അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്താണ്ട് വലിയ അപകടമുണ്ട് എന്നൊന്നും ആർക്കും തോന്നുന്നില്ല. കോൺഗ്രസ് ഇല്ലാതൊരു മതേതര സഖ്യം പ്രതീക്ഷിക്കുന്നു. ഇല്ല, കോൺഗ്രസ്സിന് ഒരു പങ്കുണ്ടല്ലോ. കോൺഗ്രസ് ഞങ്ങൾ തള്ളിക്കളയുന്ന ഒരു പാർട്ടിയൊന്നുമല്ല, അവരൊരു ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്കൊരു പങ്കുണ്ടാവാം. എന്നാൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായി ഇന്ത്യയിൽ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗവൺമെൻറ്റിന് ഡൽഹി വരാൻ പോണില്ല. പക്ഷേ കോൺഗ്രസിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കോൺഗ്രസ്സിന് അവരുടെ നയങ്ങളും പരിപാടികളും പുനഃപരിശോധിക്കണം. അവർ BJPയുമായിട്ട് സാമ്പത്തിക നയങ്ങളിൽ യാതൊരു മാറ്റവുമില്ല, പാവപ്പെട്ടവരുള്ള നയങ്ങൾ യാതൊരു മാറ്റവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പൊതു മിനിമം പരിപാടി അവർ എഗ്രി ചെയ്യുമെങ്കിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ മോദിയെ മാറ്റണമെന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ NDA വലിയ രീതിയിൽ സഖ്യം രൂപീകരിക്കുന്നുണ്ട്. അവരുടെ കഴിഞ്ഞ തവണ ഉള്ളതിനെക്കാട്ടി ഇരട്ടിയോളം സഖ്യങ്ങളായി. മറിച്ച് കോൺഗ്രസ് ആകട്ടെ ഒരു സഖ്യത്തിനും പോകുന്നില്ല. ഡൽഹിയിലോ അല്ലെ പല സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിലും ഒക്കെ പോലും അവർ ശിവസേന ആഡ് ചെയ്യുന്ന ശിവസേന BJPയോടൊപ്പം പോയി. പിന്നെ ആസാം ഗണപരിഷത്ത് പൗരത്വ ബില്ലിൻ്റെ പേരിൽ എതിർത്തിട്ട് അവർ തന്നെ BJPയോടൊപ്പം നിലനിൽക്കുന്നു. ആ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദേശീയ തലത്തിൽ മോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റം വരികയല്ലേ? മോഡിയുടെ ലക്ഷ്യം എന്താണ്? വീണ്ടും പവറാണ്. അദ്ദേഹത്തിന് പവർ വേണമെന്നുള്ളതല്ല, വേറെ ഒരു ലക്ഷ്യമില്ല. ജനങ്ങളുടെ യാതൊരു താല്പര്യമില്ല. പൊതു മിനിമം പരിപാടിയൊന്നും പറയുന്നില്ല. ഈ പവർ ബോങ്കേഴ്സായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ നേതാക്കന്മാർ കുറച്ച് മാറി നിന്ന് എന്നെ അടുത്ത പവർ കിട്ടുന്നുണ്ട്, അത് തിരിച്ചു വരും. ഇത് അവസരവാദപരമായ രാഷ്ട്രീയ സമീപനങ്ങളാണ് ഇവിടുത്തെ ഇന്ത്യയിലെ പല പ്രാദേശിക പാർട്ടികളും സ്വീകരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് നിലപാടുണ്ട്. അതിൽ ഞങ്ങൾ ഒരു മാറ്റം, അതിൽ വോട്ടോ സീറ്റോ ഒന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശക്തി ഇപ്പം നേരത്തെ സഖാവ് സൂചിപ്പിച്ചത് 63 അംഗങ്ങളുണ്ടായിരുന്നു ആദ്യ UPA സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശക്തി വളരെ ദുർബലമായിക്കൊണ്ടിരിക്കുകയല്ലേ? ഇടതുപക്ഷത്തിൻ്റെ ശക്തി ദുർബലമല്ല, ഇടതുപക്ഷം എടുക്കുന്ന ചില നിലപാടുകളെ ജനങ്ങൾ തള്ളിക്കളയും, അത്രയേ ഉള്ളൂ. ശക്തിക്ക് കുഴപ്പമൊന്നുമില്ല. ബംഗാളിലും ത്രിപുരയിലും അവർ അധികാരത്തിലില്ല. അല്ല, ബംഗാളിലും ആരുടെ സഹായം കൊണ്ടല്ലല്ലോ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത്. അല്ല, അധികാരത്തിൽ ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ ഇത്തവണ ഒരു സീറ്റിന് വേണ്ടി കോൺഗ്രസുമായിട്ട് ചില ധാരണകളിലെത്താൻ വരെ അവർ തയ്യാറായി. അത് വിജയിച്ചില്ലെങ്കിൽ അല്ല, കോൺഗ്രസ് ഇങ്ങോട്ടും തയ്യാറായി. അല്ല, അവർ തയ്യാറായി. അല്ല, CPM ആണല്ലോ പണ്ട്. അതിന് എൻ്റെ ചോദ്യം 1964 അങ്ങനെയാണ്, എന്തിനാണ് പിളർന്നത്? ഇല്ല, അതൊക്കെ ഒരു വലിയ ഒരു രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോൾ 57 ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണ് ലോകത്താദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കേരളമാണ്. കേരളത്തിൽ ഇപ്പോഴും രണ്ട് പാർട്ടികളും ചേർന്നാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും ശക്തമായ ഇടതുപക്ഷ തൊഴിലാളി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം. അതിനൊന്നും ഒരു കുറവുണ്ടായിട്ടില്ല. പക്ഷേ ബംഗാളിൽ അധികാരത്തിൽ വന്ന് ദീർഘനാളിരുന്നു, ത്രിപുരയിൽ വന്നു ദീർഘനാളിരുന്നു. ഇപ്പോൾ ഒരു മാറ്റമുണ്ട്, ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ലോകവ്യാപകമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ തിരിച്ചടി നേരിട്ടതല്ലേ. നേരിട്ടപ്പോഴും ചൈനയ്ക്കൊന്നും പറ്റിയില്ല, ക്യൂബയ്ക്കൊന്നും പറ്റിയില്ല, അൽബേനിയക്കൊന്നും പറ്റിയില്ല, പിന്നെ നോർത്ത് കൊറിയയ്ക്കൊന്നും പറ്റിയില്ല. ഇപ്പോഴും വലിയ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ കമ്മ്യൂണിസം ഇന്ന് വളരെ പവർഫുള്ളായിട്ടുള്ള ഐഡിയോളജി തന്നെയാണ്. ഐഡിയോളജി പവർഫുള്ളാണ്, പ്രസ്ഥാനം പവർഫുൾ ആണോ എന്നുള്ളതാണ്. അല്ല, അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അധികാരം നഷ്ടപ്പെട്ടു പോയപ്പോൾ സോവിയറ്റ് റഷ്യ, ഞാൻ ഒരു കൊല്ലം ഉണ്ടായിരുന്ന ഒരു പഴയ സോവിയറ്റ് റഷ്യയാണ്. ഇന്നിപ്പോൾ എനിക്ക് ആലോചിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അത് ചിലപ്പോൾ ചില ചരിത്രത്തിൻ്റെ ഒരു ഗതിയാണ്.